അതിന് ഞാൻ അറിഞ്ഞു ആ പിശാച്ചാണ് അവന്റെ ഭാര്യയെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഈ വീടെടുത്ത് കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെന്തോ ആയിക്കോട്ടെ, അവളുടെ അടുത്ത് താമസിക്കാൻ എനിക്ക് പറ്റില്ല. അതിലും ഭേദം വല്ല നരകത്തിലും പോയി താമസിക്കുന്ന. നരകത്തിലൊക്കെ ഇപ്പൊ വലിയ ചൂടായിരിക്കും. നീ നടപ്പുള്ള കാര്യം വല്ല ഉണ്ടായി. അച്ഛയാ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് താമസിക്കാൻ വേറെ വീട് നോക്കിയേ പറ്റൂ. അല്ല, അതിനിപ്പോ പെട്ടെന്ന് വേറെ വീട് അന്വേഷിക്കാൻ പറഞ്ഞ ഞാൻ ഒന്നും പറയണ്ട. അച്ഛൻ അവിടെ വായി കിടക്കുന്നതും കേട്ട് ഇവിടെ താമസിക്കാനാണെങ്കിൽ കൂടെ താമസിച്ചോ, ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോളാം. ബാലുവേട്ടൻ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച വീട് ഏതായാലും കൊള്ളാം. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? താൻ തന്റെ കാര്യം നോക്കി ഇവിടെ ഇരുന്നാ മതി, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ ഭാർഗവി നിലയത്തിൽ തന്നെ നമുക്ക് താമസിക്കണോ? ഇവിടെ സെക്രട്ടറിയാണ് ഈ വീടെടുത്ത് തന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവന്റെ ഭാര്യ കാരണം ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? പറയാനുള്ളത് പറഞ്ഞാലല്ലേ പറ്റൂ. എനിക്ക് പറയാൻ പറ്റില്ല. ഞാനും അവനും തമ്മിലുള്ള ബന്ധം തനിക്കറിയില്ല, അതുകൊണ്ടാ. ബാലുവേട്ടൻ എന്നെക്കാൾ വലുത് കൂട്ടുകാരനാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. അശ്വതി ഇത്രയും നാളും കുറ്റം പറഞ്ഞിരുന്നത് നിന്റെ ഭാര്യയെ പറ്റിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞാൻ അവളെ കൊണ്ട് പറയിക്കില്ലായിരുന്നു. ഞാനും അത് അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ ചെപ്പയ്ക്ക് തുറന്ന് പൂശുമായിരുന്നില്ലേ? അല്ല, എന്റെ ഭാര്യയുടെ ചെപ്പയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ വേണ്ടെന്ന് നീ പറ. ഞാൻ അവിടെ താമസിക്കുന്നോണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നീ എന്താണ് അങ്ങനെ പറയുന്നത്? നീ അവിടെ തന്നെ താമസിക്കണം എന്നാ എന്റെ ആഗ്രഹം. എന്താ, നമ്മുടെ ഭാര്യമാര് ശത്രുക്കളാണെങ്കിൽ അവരെ മിത്രങ്ങളാക്കി മാറ്റിയെടുക്കേണ്ട ചുമതലയും നമുക്കില്ലേ? പക്ഷെ അതത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട, പടിപ്പടിയായിട്ട് അവരടുക്കാനുള്ള പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് ടുഗദർ. ഒരു ദിവസം നിങ്ങൾക്ക് രണ്ടുപേർക്കും ശാപ്പാട് എന്റെ വീട്ടിൽ, അടുത്ത ദിവസം നമ്മൾ എല്ലാവരും കൂടി നിന്റെ വീട്ടിൽ പോവാ. അങ്ങനെ 2-3 സൽക്കാരങ്ങളൊക്കെ കഴിയുമ്പോ അവരുടെ വഴക്കുകളൊക്കെ അങ്ങ് മാറുന്നേ. മാറുമല്ലേ? പിന്നെ ഓക്കെ. സൽക്കരിക്കാനോ? അവളെ ഞാനിവിടെ സൽക്കരിച്ചിരുത്തണോന്നോ? അവൾ നിന്നെ സൽക്കരിച്ചിരുത്തും. എന്റെ പട്ടി പോവും അവളുടെ സൽക്കാരത്തിന്. അതിന് നമുക്ക് എവിടുന്നാ പട്ടി? അച്ഛാ, എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ കടിച്ചിറക്കിക്കോ. തൽക്കാലം അതേ മാർഗമുള്ളൂ. അവരിവിടെ വരികയും ചെയ്യും, നമ്മൾ അങ്ങോട്ട് പോവുകയും ചെയ്യും. അത് ഉറപ്പാ. അവൾ ഈ വീടിനകത്ത് കാലുകുത്തിയാ പിന്നെ ഞാൻ ഓഫീസിൽ പോയില്ല. പോയില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും പോയില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ഇവിടെ വിലപിടിപ്പുള്ളതായി ഈ പൊട്ട റേഡിയല്ല എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? അപ്പൊ എനിക്കൊരു വിലയില്ലേ? ഒരു ടിവിയോ VCRോ വാഷിംഗ് മെഷീനോ എന്തെങ്കിലും? അതൊന്നും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം എന്നെ പോലെ എന്നെ നിനക്കും അറിയാവുന്നതല്ലേ? പക്ഷെ ഓഫീസിൽ എല്ലാവരുടെയും ധാരണ ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നാ. ധാരണയോ? ഓഹോ, ഈ വക അലവലാതി സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നായിരിക്കും നീ ഓഫീസിൽ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്. അത് പിന്നെ അവൾ ഓഫീസിൽ വന്ന് തുടങ്ങും വീട്ടു സാധനങ്ങളുടെ കണക്ക് പറയാൻ. അപ്പൊ നീ ആയിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും അല്ലേ? എങ്കിൽ പിന്നെ ഇവിടെ ഒരു ആന കൂടി ഉണ്ടെന്ന് പറയായിരുന്നില്ലേ? എന്തിനാ കുറച്ച് കളഞ്ഞത്? എടി ബെടായി അടിക്കുന്നതിനൊക്കെ ഒരു അതിര് വേണം. എന്നും ബെടായി ഒന്നും അടിക്കുന്നില്ല. ഞാൻ എല്ലാവരോടും സത്യം പറയാം. കാശിന് വകയില്ലാത്ത ഒരുത്തന്റെ കൂടെ എന്റെ വീട്ടുകാരനെ ഇറക്കി വിട്ടതെന്ന് ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാം. നീ എന്നെ അങ്ങനെ ചെറുതാക്കാൻ നോക്കണ്ട. ഞാൻ വിചാരിച്ച ഈ നിമിഷം നീ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ എത്തും. കാണണോന്ന്. അച്ഛനെന്താ വട്ടിളകിയോ? പട്ടുന്നിന്റെ അപ്പനാ പറവുകാരൻ കുര്യാക്കോസിന്. എന്റെ അപ്പനെ പറയൊന്നും വേണ്ട. അച്ഛന് അത്ര വാശിയാണെങ്കിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവാ. ഈ നിമിഷം കൊണ്ടുവാ, കാണട്ടെ. ഞാൻ കൊണ്ടുവരും. പക്ഷേ അത് നിന്റെ മാനം കാക്കാനാ. അതേപോലെ നീ എന്റെ മാനവും കാക്കണം. എന്റെ ഫ്രണ്ടും അവന്റെ ഭാര്യയും വരുമ്പോ നീ അവരോട് മാന്യമായിട്ട് പെരുമാറണം. എന്താ, സമ്മതിച്ചു? സമ്മതിച്ചു. ശൃംഗാരക്കയും വീശി ഇന്നെന്റെ മുന്നിലൊരു കാലം വരുന്നു വന്നു. ഇതൊക്കെ എവിടുന്ന? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? നിനക്കിപ്പോ മനസ്സിലായല്ലോ ഞാൻ ആരാണെന്ന്. അവര് വന്നു വന്നു തോന്നുന്നു. വെളുപ്പിന് വണ്ടിയുടെ ശബ്ദം കേട്ടു. കണ്ടോ? അത് കണ്ടോ? കൊള്ളാം, നല്ല പെണ്ണ്. പെണ്ണോ? ആ ബോർഡിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന നോക്കിയേ. അത് പിന്നെ ഒരു ഡോക്ടറായ ഒരു ബോർഡൊക്കെ ഉണ്ടാവും. അതിലെന്താ എത്ര നോക്കാൻ? സാധാരണ എല്ലാവരും ബോർഡ് വെക്കുന്നത് വഴി കൂടെ പോകുന്നവർക്ക് കാണാനാ. ഇത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ? നമ്മളെ കാണിക്കാനല്ലേ? ഒരു ഡോക്ടർ. അത് ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നുണ്ടാ. അത് അടച്ചിടുമ്പോ ആ പണ്ടാരം അങ്ങോട്ട് തിരിഞ്ഞിരുന്നോളും. അവളെ കാണുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും പറഞ്ഞു. ഇവിടെ ഇന്നു മുതൽ ഇന്ത്യൻ എക്സ്പ്രസ് ഇടണം. ശരി. ഗുഡ് മോർണിംഗ് യശോദി. ഗുഡ് മോർണിംഗ് മേരി.
ഡോക്ടർക്ക് ഇത് തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധ. പുള്ളിക്കാരന് മലയാള പത്രങ്ങളൊന്നും ഇഷ്ടമല്ല. ഞങ്ങളുടെ ഹിന്ദു പേപ്പർ എവിടെ? ഹിന്ദുവാ? ഇവിടെ മനോരമല്ലേ ഇടുന്നത്? അയ്യടാ, ഇയാളെന്താ കാലത്ത് കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? ഇവിടെ ഹിന്ദു അല്ലേ ഇടുന്നത്? അച്ഛനും അതെ, മലയാള പത്രം കാണുന്നത് ദേഷ്യ. ആ, ഒരു വീക്കും തന്നേക്കണം. വീക്ക് വേണോ? വീക്കിലി എന്തിന്? മനോരമ ഇംഗ്ലീഷ് അടിക്കാൻ തുടങ്ങിയോ? അയ്യോ, പത്രം മാറിപ്പോയി. അവനിത് എവിടെ നോക്കിയാ തരുന്നത്? അതെ, ഇനി മുതൽ ഇംഗ്ലീഷ് പത്രം വായിച്ചാ മതി. അതിന് വായിച്ചാ മനസ്സിലാവണ്ടേ? മനസ്സിലാവുന്നൊക്കെ മതി. ഓഹോ, അവർ ഇംഗ്ലീഷ് പത്രമായിരിക്കും വരുത്തുന്നത്. അതെ. എങ്കിൽ പിന്നെ നമുക്ക് വല്ല മറാഠി പത്രമോ ഗുജറാത്തി പത്രമോ വരുത്താം. അല്ലേലും ഞാൻ എന്ത് ചെയ്താലും അച്ഛൻ ഇഷ്ടപ്പെടുകയല്ല. അയ്യേ, ഞാനൊരു ഉഗ്രം തമാശ പറഞ്ഞതല്ലേ. അല്ലെങ്കിലും ഈ ഇംഗ്ലീഷ് പത്രം ആകുമ്പോ തൂക്കി വിറ്റാൽ നല്ല കാശ് കിട്ടും. നീ വഴക്കുണ്ടാക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും തിന്നാനുണ്ടാക്കുക. അവര് കൃത്യം 12 മണിക്ക് ഇങ്ങ് എത്തും. വാ, ഞാൻ കൂടെ സഹായിക്കാം. വാ. എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിക്കേണ്ടി വന്നില്ല. കറക്റ്റ് സമയത്തെത്തി. ഇരിക്ക. മേരി, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ഇതാനിമോൾ, ഞങ്ങളുടെ ആദ്യത്തെ കൺമണി. ആദ്യത്തെ കൺമണി ആണായിരിക്കണമെന്നാ? അതിന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങളത് പെണ്ണാക്കി. എന്നിട്ട് രണ്ടാമത്തെ കൺമണിയെ ആണാക്കി. മൂന്നാമത്തെ കൺമണിയെ കുറിച്ച് ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. മോളിങ് വന്നേ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? UKG-യില്. ഏത് സ്കൂളിലാ? സെന്റ് മേരീസ്. സെന്റ് മേരീസിലാ? അയ്യേ, സെയിന്റ് ആന്റണീസിൽ ചേർക്കായിരുന്നില്ലേ? ഒരു കുട്ടി അങ്ങനെ 2 സ്കൂളിൽ പഠിക്കണേ. എല്ലാം റെഡിയല്ലേ? എപ്പോഴേ റെഡി. അങ്ങോട്ടിരിക്കാം. ബാലു, ഈ ബീഫ് കറി എങ്ങനെയുണ്ടെന്ന് നോക്കി. മേരിക്കുട്ടിയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷനാ. അയ്യേ, ഞാനും ഡോക്ടറും ബീഫ് കഴിക്കില്ല. പൊക്കുപ്പോഴും ഉണ്ടാകും. ചിക്കൻ ആവാം. ഓ, അയ്യോ, ഇത് ഫ്രൈ അല്ലേ, മുഴുവൻ എണ്ണയാ. ഡോക്ടർ ഇത് കഴിക്കാൻ പാടില്ലെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. എന്നാ വെജിറ്റബിൾ ആയാലോ? എന്റെ സ്പെഷ്യൽ പ്രിപ്പറേഷനാ തക്കാളി കറി. തക്കാളി കഴിക്കണോ? അത് മൂത്രത്തിൽ കല്ലുണ്ടാക്കും. വല്ലാത്ത ചൂട് അല്ലേ? അതെ, സംഗതിയൊക്കെ ശരിയാ. പക്ഷെ അത് നോക്കിയിരുന്ന വയറ്റിലേക്കൊന്നും പോകില്ല. ഇവിടെ വിശന്നെ വയറ് കാണുന്നു. ചക്കറിയാ, ആ ബീഫ് ഇങ്ങോട്ട് വിളമ്പി. കുറച്ച് തക്കാളി കറി. ഓയിൽ ഇല്ലാതെ പിന്നെ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റുമോ? നല്ല ടേസ്റ്റാണ്. ഞങ്ങള് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കണ്ടവന്റെയൊക്കെ ചോറ്റുപാത്രത്തിൽ നിന്ന് ഇവൻ കൈയിട്ട് വരുമായിരുന്നു. ഞാനും. അതൊക്കെ ഒരു കാലം. കഴിക്ക്. ഒന്നും കഴിക്കുന്നില്ലേ? നല്ല വിശപ്പില്ല. സോറി, ഞാൻ കുറച്ചേരം കിടക്കട്ടെ. ഡോക്ടർ പതുക്കെ വന്നാ മതി. അശ്വതി, അച്ഛയ, എന്തിനാ എന്നെ വെറുതെ ബുദ്ധിമുട്ടിച്ചത്? എത്ര നേരം കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെന്നറിയോ? നീ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ല. എന്താന്നറിയില്ല, എനിക്കിന്ന് ഭയങ്കര വിശപ്പ്. എനിക്കും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് പൊളിഞ്ഞളിയാ.